അങ്ങയുടെ നേതാവ് 2003 സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ആദരണീയനായ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയാണ്. എ കെ ആന്റണി ന്യൂനപക്ഷങ്ങൾ സമ്പർക്കം ചുരുത്തി അനധികൃതമായി അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് 2003 അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇത് മലപ്പുറം ജില്ലയെക്കുറിച്ച് അല്ല കേക്ക് താങ്കൾ കയ്യിൽ നിന്ന് വന്നാണല്ലോ, താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ഞാനീ പറഞ്ഞതിൽ ഈ കേരളത്തിലെ CPM നേതാക്കൾ ഈ ജില്ലയെക്കുറിച്ച് നടത്തിയ ഹീനമായ ആക്ഷേപങ്ങളുടെ പട്ടികയാണ് ഞാൻ നിരത്തിയത്. അത് ഒരെണ്ണം നിഷേധിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ അതിൻ്റെ പേപ്പർ കട്ടിങ്സും മുഴുവൻ അതിൻ്റെ വോയിസ് റെക്കോർഡ്സും അത് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു. എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് പറഞ്ഞു സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യതയിൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ സോഫ്റ്റെന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും കേരള സമൂഹത്തിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ന്യൂനപക്ഷങ്ങളാണ്. ആ സത്യം കാണുന്നിടത്താണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ന്യൂനപക്ഷങ്ങളോട് കുറച്ചുകൂടെ സംയമനം പാലിക്കണം, ന്യൂനപക്ഷ നേതാക്കന്മാർ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം കാണിക്കണം, കുറച്ചുകൂടെ സംയമനം കാണിക്കണമെന്ന് പറയുന്നത്. അതിനെ സോഫ്റ്റ് ഹിന്ദുത്വമെന്നോ ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ പറഞ്ഞാൽ ഞാൻ സത്യം പറയുള്ളൂ, പറയാൻ മിണ്ടാതിരിക്കാൻ വേണമെങ്കിൽ.